നമ്മുടെ സ്വാതന്ത്ര്യദിനം ആചാരപരമായി ആഘോഷിക്കുന്നു എന്നതിനപ്പുറം അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും എത്രത്തോളമാണെന്ന് നമുക്കറിയാമോ എന്നത് ഒരു വസ്തുതയാണ്. പലപ്പോഴും ഇന്ത്യക്കാർ എന്ന പേരിൽ നാം ഇതൊന്നും പരിഗണിക്കാറില്ല. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നത് ലോക ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. കഴിഞ്ഞ 5000 വർഷങ്ങളിലുണ്ടായ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ സാമ്രാജ്യം. ഈ വൻശക്തിയെ മുട്ടുകുത്തിച്ചത് ഇന്ത്യയാണ്. ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചത് മഹാത്മാഗാന്ധി നയിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഗാന്ധിജി നയിച്ചതും കോൺഗ്രസിന്റെ മധ്യപാതയിലുള്ളതുമായ ഒരു പ്രധാന പാത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ട്. ഭഗത് സിംഗ് ഉൾപ്പെടെ അടങ്ങിയ ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാതയും അന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലക്, മദൻ മോഹൻ മാളവ്യ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുൾപ്പെടെ റൈറ്റ് വിംഗ് എന്നൊരു ധാരയും വലതുപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് മുസ്ലിം സമൂഹത്തിനായി ഒരു പാത തെളിച്ചു. മുഹമ്മദ് അലി ജിന്ന നയിച്ച പാതയാണ് പിന്നീട് പാകിസ്ഥാനായി മാറിയത്. ഇങ്ങനെ വ്യത്യസ്തമായ ശാഖകൾ ചേരുന്നതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഗാന്ധിജിയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനും കേന്ദ്രവും. അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു, ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായ ജാതിയും മതവിഭാഗങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമേ ഇന്ത്യ എന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ലോകത്തെ എല്ലായിടത്തുമുള്ള ജനതയ്ക്ക് ഗാന്ധിജിയെ വളരെയധികം ഇഷ്ടമാണ്. നെൽസൺ മണ്ടേല, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഒബാമ എന്നിങ്ങനെ പ്രമുഖർക്കെല്ലാം ഗാന്ധിജിയോട് വളരെയധികം ആരാധനയായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്നും മറ്റ് ഭരണരാജ്യങ്ങളിൽ നിന്നും തകർത്തെറിഞ്ഞത് ഗാന്ധിജി നയിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമുക്ക് വില തോന്നാത്തത് അതിന്റെ പ്രസക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പുസ്തകങ്ങളിലും മറ്റും മാത്രം പഠിച്ചാൽ അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം ലഭിക്കില്ല. നമ്മൾ അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ മൂല്യം എത്രമാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അസ്ഥിവാരം വരെ തോണ്ടിയ സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതും ഒരു ദിവസം പോലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിലിൽ കിടക്കാത്തതുമായ ഒരു വ്യക്തിയാണ് ഗോഡ്സെ. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധി പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണെന്നായിരുന്നു. ഗോഡ്സെ അടക്കമുള്ളവർ യഥാർത്ഥത്തിൽ വലതുപക്ഷ തീവ്രവാദികളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധി ഒട്ടും ഇഷ്ടമില്ലാത്ത തീവ്ര ബ്രാഹ്മണിക്കൽ ഷോവലിസ്റ്റുകളാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയതയും വിഭാഗീയതയും വേർതിരിവുകളും വിവേചനങ്ങളും അവസാനിപ്പിക്കാനാണ് ഗാന്ധിജി എത്തിയത്. ബ്രാഹ്മണ സമൂഹത്തിലുള്ളത് തീവ്ര ബ്രാഹ്മണിക്കൽ വാദികളാണ്. ഇവർ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ ആണെന്ന് പറയാം. ഇവരുടെ മുഖമൂടി എന്നത് ഞങ്ങൾ ദേശീയവാദികളാണെന്നുള്ള ആരോപണമാണ്. ഇത് യഥാർത്ഥത്തിൽ കപട ദേശീയതയാണ്. ഇവർക്ക് ഗാന്ധിജിയോട് എതിർപ്പുണ്ടാകാനുള്ള പ്രധാന കാരണം ഹിന്ദുത്വ രാഷ്ട്രം എന്ന സങ്കല്പത്തെ ഗാന്ധിജി പൂർണ്ണമായും എതിർത്തിരുന്നു. ഗാന്ധിജി യഥാർത്ഥത്തിൽ അവതാരതുല്യനായ വ്യക്തിയാണെന്ന് തന്നെ പറയാം. വരും തലമുറകൾ മഹാത്മാഗാന്ധിയെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രസക്തി പ്രാധാന്യം എന്താണെന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കണം. തന്നെ കൊല്ലാൻ വന്ന ഗോഡ്സെയോട് ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്: നീ എന്റെ കൂടെ 8 ദിവസം വന്ന് സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അഹിംസയുടെയും പ്രതീകമാണ് ഗാന്ധിജി. ഇന്ത്യയുടെ യഥാർത്ഥ നായകൻ മഹാത്മാഗാന്ധി മാത്രമാണ്. ലോക ചരിത്രത്തിലെ പ്രധാന നായകൻ ഗാന്ധിജിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ വേർതിരിവുകളെ മറികടന്ന് മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരെയും കാണാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ.